എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, മെറിറ്റ് കോട്ട, സ്പോർട്സ് കോട്ട അലോട്ട്മെൻറ്റ് റിസൾട്ടുകൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, നമ്മൾ സ്കൂളിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണോ, അതുപോലെ ടെമ്പററി അഡ്മിഷനായിട്ട് ഏത് അലോട്ട്മെൻറ്റ് വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതും, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുമോ, അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു സ്കൂളിൽ കിട്ടി അവർ ടെമ്പററി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ മറ്റൊരു സ്കൂളിലും കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു സ്കൂളിൽ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതുണ്ടോ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ആദ്യം ഒരു സ്കൂളിൽ നിങ്ങൾ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്തു, അങ്ങനെയെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു സ്കൂളിൽ കിട്ടുകയാണെങ്കിൽ ആദ്യം ലഭിച്ച സ്കൂളിൽ തുടരാൻ സാധിക്കുമോ എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ നിരവധി സംശയങ്ങൾക്കുള്ള ഉത്തരവും, അതുപോലെ തന്നെ അഡ്മിഷന് പോകുന്ന സമയത്ത് നിങ്ങളുടെ രക്ഷിതാവിനെയും കൂട്ടിയിട്ട് നിങ്ങൾ പോവേണ്ടതുണ്ടോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് ടെമ്പററി അഡ്മിഷൻ എടുക്കുന്നതിനായിട്ട്. അപ്പോൾ ആ ഒരു സംശയങ്ങൾക്കെല്ലാമുള്ള ഉത്തരങ്ങൾ ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരം ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാം. വീഡിയോയ്ക്ക് സ്പീഡ് കുറവാണെങ്കിൽ ജസ്റ്റ് സ്പീഡ് കൂട്ടിയിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വീഡിയോയിലേക്കുള്ള ആദ്യത്തെ കാര്യത്തിലേക്ക് പോകാം. അതായത് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട്, അതായത് ഏതെങ്കിലും ഒരു സ്കൂളിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും, അതായത് ഒന്നിലധികം സ്കൂൾ കിട്ടിയവരാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സ് ഏത് സ്കൂളിലാണോ കിട്ടിയിട്ടുള്ളത് ആ ഒരു സ്കൂളിൽ അഡ്മിഷൻ നേടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം, അതുപോലെ ടെമ്പററി അഡ്മിഷൻ എടുക്കാം. അതുപോലെ ഒന്നിലധികം സ്കൂളുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു സ്ഥലത്ത് നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്കൂളിലെ ആ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കും. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വിദ്യാർത്ഥിക്ക് സ്പോർട്സ് കോട്ടയിലും മെറിറ്റ് കോട്ടയിലും അലോട്ട്മെൻറ്റ് കിട്ടി എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് അതായത് മെറിറ്റ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ സ്പോർട്സ് കോട്ടയിലേക്ക് പോകും. അതുപോലെ സ്പോർട്സ് കോട്ടയിലാണ് നിങ്ങൾ അലോട്ട്മെൻറ്റ് നേടുന്നത് എങ്കിൽ, അതായത് സ്പോർട്സ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്നു, മെറിറ്റ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയത് അഡ്മിഷൻ എടുക്കുന്നില്ല എങ്കിൽ മെറിറ്റ് കോട്ടയിലെ സീറ്റ് നഷ്ടപ്പെടും, അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടി, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടി, എങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഈ രണ്ടിടത്തും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അഡ്മിഷൻ നിർബന്ധമായിട്ടും എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ വേണമെങ്കിൽ, അതായത് ഒരു സ്കൂളിലാണ് ജോയിൻ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റേ ഭാഗത്തുള്ള അലോട്ട്മെൻറ്റ് ഏതാണോ, അതായത് HSC ആണോ VHSC ആണോ അതനുസരിച്ച് ആ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും നിങ്ങളെ പുറത്താക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വരുന്നത്. അതുപോലെ ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്താണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ അവിടെ പെർമനൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടോ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതായത് ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ അതിന് താഴെയോ ആണ് കിട്ടുന്നതെങ്കിൽ ഈ ഒരു ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിൽ കിട്ടിയിട്ടില്ല, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ മാത്രമാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ നേടാം. അതായത് ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ അതിനുശേഷം HSCയിൽ കിട്ടുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മാറാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾക്ക് എവിടെ അഡ്മിഷൻ എടുക്കണമെന്നുള്ള സംബന്ധിച്ചുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരുമായിട്ട് ആലോചിച്ച് എവിടെ അഡ്മിഷൻ എടുക്കണമെന്നുള്ള സംബന്ധിച്ചും, അതുപോലെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സ് എവിടെയാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി അഡ്മിഷൻ നേടുക. അതുപോലെ ഒരു സ്ഥലത്ത് നിന്ന് അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ ആ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുന്നതായിരിക്കും. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച ആ ഒരു സംശയങ്ങളിലേക്ക് വരാം. നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുക്കണോ, അതുപോലെ തന്നെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണോ എന്നുള്ളത്. നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷനായിട്ട് നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ അല്ല കിട്ടുന്നതെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റ് വരെ വിദ്യാർത്ഥികൾക്ക് ടെമ്പററി അഡ്മിഷനായിട്ട് തുടരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇപ്പോൾ വന്നു, ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റും തേർഡ് അലോട്ട്മെൻറ്റും ഉണ്ട്. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നത് വരെ നിങ്ങൾക്ക് ഈ ഒരു ടെമ്പററി അഡ്മിഷനായിട്ട് തുടരാം. അതുപോലെ തന്നെ ടെമ്പററി അഡ്മിഷൻ നേടുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഉദാഹരണത്തിന് ഒരു അഞ്ചാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നത്, അവിടെ നിങ്ങൾ ടെമ്പററി ആയിട്ടാണ് അഡ്മിഷൻ നേടുന്നത് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഇതിന് മുകളിലുള്ള ഹയർ ഓപ്ഷൻസിനെയാണ് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷൻ എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ ടെമ്പററി ആയിട്ട് തന്നെ തുടരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് വരെ മറ്റൊരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്നില്ലെങ്കിൽ കൂടി അവിടെ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷനായിട്ട് തുടരാൻ സാധിക്കും. അപ്പോൾ ഇതിന് മുകളിലുള്ള മറ്റേതെങ്കിലും ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഉദാഹരണത്തിന് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആദ്യത്തെ ആ ഒരു സ്കൂളിൽ ടെമ്പററി ആയിട്ട് തുടരാൻ സാധിക്കില്ല. പിന്നീട് ആ ഒരു പുതിയ സ്കൂൾ എവിടെയാണോ അവിടെ മാത്രമേ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഇപ്പോൾ ഒരു സ്കൂളിൽ നിങ്ങൾ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ നേടി, അപ്പോൾ അടുത്ത അലോട്ട്മെൻറ്റിൽ എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു കിട്ടിയ സ്കൂളിൽ ടെമ്പററി ആയിട്ട് തുടരാൻ സാധിക്കും. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് വരെ ഈ ഒരു രീതിയിൽ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ നേടാൻ സാധിക്കും. അതായത് ആ ഒരു രീതിയിൽ അഡ്മിഷൻ എടുത്ത് തുടരാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു ആദ്യം ലഭിച്ച ആ ഒരു അഞ്ചാമത്തെ ഓപ്ഷൻ നഷ്ടപ്പെടുകയും പിന്നീട് ആ ഒരു പുതുതായിട്ട് രണ്ടാമത്തെ കിട്ടിയ ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടതാണ്. അക്കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അടുത്ത തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷനിൽ തന്നെയാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ, അതായത് അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ലെങ്കിൽ അവിടെ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷനാണ് വിദ്യാർത്ഥികൾ നേടേണ്ടതായിട്ട് വരിക. അതായത് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ടെമ്പററി ആയിട്ട് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നത് വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇനി വേറൊരു കോഴ്സിലേക്ക് മാറേണ്ടതില്ല. നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ്
എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകളാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സുകൾ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്തതായിട്ട് ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നത് എന്ന് കരുതുക. നിങ്ങൾക്ക് അവിടെ താല്പര്യമില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുക്കുക. ടെമ്പററി അഡ്മിഷന് പ്രത്യേകിച്ച് ഫീസും കാര്യങ്ങളും നൽകേണ്ടതില്ല. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് മാത്രമേ നൽകേണ്ടതുള്ളൂ. അഡ്മിഷന് പോകുന്ന സമയത്ത് നിങ്ങളും നിങ്ങളുടെ രക്ഷിതാവിനെയും കൂട്ടിയിട്ട് പോകണം. അപ്പോൾ അലോട്ട്മെൻറ്റ് ലെറ്ററും അതുപോലെ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും സഹിതം വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന സ്കൂളിൽ പോയിട്ട് നിർബന്ധമായിട്ടും ടെമ്പററി അഡ്മിഷൻ എങ്കിലും എടുത്തിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുക. നിങ്ങൾക്ക് ഈ ഒരു 1, 2, 3, 4 ഓപ്ഷൻ, അതായത് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ ഏതാണോ അതിന് മുകളിലുള്ള മറ്റ് ഓപ്ഷനുകളെ മാത്രമേ അടുത്ത അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുള്ളൂ. അപ്പോൾ ഇക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ലഭിച്ച ഒരു ഓപ്ഷൻ, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു 6ാമത്തെ ഓപ്ഷനാണ് കിട്ടിയിട്ടുള്ളത്. ഇതിന് മുകളിൽ 5, 4, 3, 2, 1 എന്നിങ്ങനെ ബാക്കിയുള്ള ഓപ്ഷനുകളുണ്ട്. അപ്പോൾ 6ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റായിട്ട് കിട്ടുന്നത് എങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ നേടുക. അതുപോലെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, ഇപ്പോൾ നമ്മൾ ടെമ്പററി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ ആ അലോട്ട്മെൻറ്റിന് പോവാതെ നിലവിലെ സ്കൂളിൽ തുടരാൻ പറ്റുമോ എന്നുള്ളത് ഒരിക്കലും സാധിക്കുന്നതല്ല. നിങ്ങൾ ടെമ്പററി എടുത്താലും പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാലും നിങ്ങളുടെ ആ ഒരു ഓപ്ഷൻസിൻ്റെ മുകളിൽ ഹയർ ഓപ്ഷൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക്, അതായത് ഹയർ ഓപ്ഷൻസ് ഉണ്ട് അത് ഡിലീറ്റ് ചെയ്തിട്ടില്ല, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് മറ്റൊരു ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് മാറേണ്ടതായിട്ട് വരും. ആദ്യം കിട്ടിയത് ക്യാൻസൽ ആവുകയും പിന്നീട് പുതിയ സ്കൂളിൽ നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടതായിട്ടും വരുന്നതാണ്. അപ്പോൾ ഇക്കാര്യങ്ങൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതായത് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ കുറിച്ച് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ 3rd അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമേ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളോ കോഴ്സോ ആണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റായിട്ട് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പെർമനൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടോ അഡ്മിഷൻ നേടുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ഹയർ ഓപ്ഷനിലേക്കാണ് നിങ്ങൾ, അതായത് നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ്, അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു 5 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഈ ഒരു 5 ഓപ്ഷൻ്റെ അത് 5ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ അടുത്തതിനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കൊരു 3ാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായിട്ട് കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ നേടുക. അതിനുശേഷം നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു 3rd ഓപ്ഷനായിട്ടുള്ള ആ ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിലേക്ക് അലോട്ട്മെൻറ്റ് ആയിട്ട് കിട്ടും. അതായത് അതിലോ അല്ലെങ്കിൽ ഇതിന് മുകളിലായിട്ടുള്ള മറ്റേതെങ്കിലും ഓപ്ഷനിലോ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് അല്ലെങ്കിൽ സ്കൂളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം. അതേസമയം അതും ഇഷ്ടപ്പെടാത്ത കോഴ്സാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെയും ടെമ്പററി ആയിട്ട് അഡ്മിഷൻ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എടുക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് അടുത്ത ഫസ്റ്റ് ഓപ്ഷനാണ് വേണ്ടതെങ്കിൽ ഈ 3rd അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ടെമ്പററി ആയിട്ടോ അത് താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടോ അഡ്മിഷൻ നേടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ രീതിയിൽ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ നേടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.